ഹായ് ഫ്രണ്ട്സ്, ഞാനിതോടെ വീണ്ടും വന്നേക്കണം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ലൊരു ഹെയർ കെയറിനെ കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഒരുപാട് പേർക്ക് മുടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഹെയറിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. പലരും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ശരിക്കും നമ്മുടെ ഹെയറിനുള്ള ഒരു പ്രോബ്ലം, നമ്മുടെ പല പ്രോബ്ലംസ്, ഡാൻഡ്രഫ് ഇഷ്യൂ, ഇച്ചിങ്, സ്കാൽപ്പ് ഡ്രൈ ആയി വരിക ഒക്കെ മാറ്റാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതിന് മെയിനായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും നമ്മുടെ കിച്ചണിലുള്ള നമ്മുടെ ഫെനുഗ്രിക് തന്നെയാണ്, ഉലുവ തന്നെയാണ്. അപ്പോൾ ഈ സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മുടി നല്ല തിക്നെസ് വരുത്തുക, മുടിക്ക് നല്ല വളർച്ചയുണ്ടാക്കുക, നമ്മുടെ മുടി പൊഴിച്ചിൽ നിർത്തുക, സ്പ്ലിറ്റൻസൊക്കെ മാറ്റുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പം മെയിനായിട്ടും ഈ ഉലുവ പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മൂമ്മമാർ നമ്മൾ ആറ്റിലാണ് പോയി കുളിക്കണേ. പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വെക്കേഷന് നമ്മളെ നാട്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ആറ്റിൽ പോയാണ് കുളിക്കണേ. അപ്പം അതിന് മുന്നേ നമ്മുടെ അമ്മൂമ്മ ചെയ്ത് തന്നിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരെല്ലാം അങ്ങനെയാണ്, അവരോടൊക്കെ ചോദിച്ചാൽ ഈ സെയിം കാര്യം അവർക്കൊക്കെ നല്ലതായിട്ട് അറിയണ ഒരു കാര്യമാണ്. അവർ ചെയ്തിരുന്നത് എന്നാന്ന് വെച്ചാൽ അവർ കഞ്ഞിവെള്ളത്തിനകത്ത് ഉലുവ അരച്ച് തലമുടി തേക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടുള്ള കാലത്ത് എന്നും കുളി നിർബന്ധമായിരുന്നു, എന്നും തല കുളിക്കുമായിരുന്നു അല്ലേ. ഇന്ന് നമ്മളെല്ലാ ആഴ്ചയിൽ ആക്ച്വലി 2-3 ദിവസമായിരിക്കും നമ്മൾ തല കഴുകുന്നത്. കാര്യം ഇന്ന് ഉണക്കാനും എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, വർക്ക് ചെയ്യുന്നവരാണ്, എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ലൈഫ് സ്റ്റൈലുള്ളവരാണ്. അപ്പോൾ അതെന്നും തലമുടി കഴുകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മളെപ്പോലെ ഇങ്ങനെ ലോങ് ഹെയർ ആയിട്ടൊക്കെ ഉള്ളവർക്ക് എന്നും മുടി കഴുകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അത് ഉണക്കിയെടുക്കാനും ഇങ്ങനെ തിരക്ക് പിടിച്ച് നമ്മൾ വെയിലത്തൊക്കെ ഓടുകയാണ്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ നോക്കുമ്പോൾ വെയിൽ കൊള്ളുന്നു. അപ്പോൾ അതൊക്കെ വലിയ ഇഷ്യൂസാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ആറ്റിൽ പോയി ഉലുവ കഞ്ഞിവെള്ളമൊക്കെ തേച്ച് നമ്മൾ കുളിക്കുമ്പം മുടി നല്ലോണം കഴുകും അല്ലേ. മുടിയിലിങ്ങനെ സ്കാൽപ്പൊക്കെ അതിൽ നമുക്കറിയാം, കഞ്ഞിവെള്ളവും ഉലുവയും കൂടി അരയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ സെഡിമെൻറ്റ്സ് പോലെ ഇങ്ങനെ കാണും, പറ്റിയിരിക്കും. അപ്പം മുടി നമ്മൾ നല്ലോണം വാഷ് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനീ പറയുന്ന റെമഡി നമുക്കത് പ്രശ്നം ഉണ്ടാക്കും. ബിക്കോസ് അത് സ്കാൽപ്പ് വീണ്ടും ഉണ്ടാക്കും, ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാക്കും. അത് നമുക്ക് മുടിയിൽ നിന്ന് പോയില്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മുടിയിൽ അതിങ്ങനെ പറ്റിയിരിക്കും അല്ലേ. അപ്പം അതൊക്കെ മാറ്റി ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന റെമഡി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പലരും മിക്കവാറും എല്ലാവരും, ഞാൻ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിനകത്ത് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉലുവയും കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്ക്, ഉലുവയും ഹിബിസ്കസും ആണെന്ന് തോന്നുന്നു. കുറച്ച് നാളുകൾക്ക് പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പം ഈ പാക്ക് ഇട്ടിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്യും. കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഈവൻ നമ്മൾ ഹെയർ ഡേയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അതിനകത്ത് മുഴുവൻ ചേർത്തിരിക്കുന്ന ഹെർബ്സാണ്. നിയർലി 13 to 14 ഹെർബ്സ് നമ്മുടെ ഫസ്റ്റ് ബോട്ടിലുണ്ട്. ഞാൻ ഹെയർ ഡേയുടെ കാര്യം പറയുന്നത്. സെക്കൻഡ് തിങ് ഇറ്റ്സ് ഇൻഡിഗോ. അപ്പം ഇത്രയും നമ്മൾ ഹെർബലായിട്ടുള്ള ഒരു കാര്യം ചേർത്തിട്ട് നമ്മൾ മുടി നല്ലോണം ഡാർക്ക് ആക്കി നമ്മൾ അങ്ങനെ ഒരു പാക്കൊക്കെ ഇട്ട്, നമുക്കറിയാം ആദ്യത്തെ പാക്ക് നമ്മൾ 2 മണിക്കൂർ ഇടുന്നു, പിന്നെ അത് വാഷ് ചെയ്യുന്ന നോർമൽ വാട്ടറിൽ, അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് നെക്സ്റ്റ് ഡേയോ അന്നോ നമ്മൾ അടുത്ത ഇൻഡിഗോ പൗഡർ ഇടുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നാച്ചുറൽ ഡേയുടെ പ്രോസസ്സ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഹെയർ പാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു കെമിക്കൽ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹെർബൽ കാര്യങ്ങൾ ചേർത്ത് നമ്മുടെ മുടിക്ക് നല്ലൊരു ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എല്ലാം പോവുക, വീണ്ടും മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഈ കെമിക്കൽ ഷാമ്പൂസിലെല്ലാം ഹൈലി സൾഫേറ്റ്സ്, PPD ഉണ്ട്, മീൻസ് സൾഫേറ്റ്സ്, പാരഫിൻ, അങ്ങനെ ഒത്തിരി കെമിക്കൽസ് ചേർത്തിട്ടാണ് ഈ ഷാമ്പു ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ മുടി കൊഴിച്ചിലുള്ളവർ, മുടി സ്പ്ലിറ്റൻസ് ഒത്തിരി ഉള്ളവർ, ഡാൻഡ്രഫ് ഉള്ളവർ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു വാഷ് യുവർ ഹെയർ വിത്ത് എനി താളിപ്പൊടി ഓർ ആയുർവേദ ഷാമ്പു. ഓക്കെ, നമ്മുടെ ഷാമ്പു തന്നെയുണ്ട്, ഹിന്ദു ഹെർബൽ ഷാമ്പു ഉണ്ട്, കെൻ ഓർഡർ ഇറ്റ്.
അതിന് വലിയ വിലയൊന്നുമില്ല, 200 രൂപയേ ഉള്ളൂ നമ്മുടെ 100 ml ബോട്ടിലിന്. അതർവൈസ് നിങ്ങളുടെ വീട്ടിലെ താളിപ്പൊടിയോ ചെമ്പരത്തിയുടെ ഇലയോ ചെമ്പരത്തിയുടെ പൂവോ ചേർത്ത് നല്ലൊരു താളി ഉണ്ടാക്കി തലമുടി തേച്ച് തലമുടി വാഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഉലുവയുടെ എങ്ങനെയാണ് ഇത് റിയലായിട്ട് കറക്റ്റ് വേ നമ്മൾ ഉലുവ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ പറയണേ. അപ്പം ഉലുവ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കുക. നെക്സ്റ്റ് ഡേ ആ വെള്ളത്തിൽ നമുക്കറിയാം ഉലുവയ്ക്കൊരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരിക്കൽ ഞാൻ എപ്പോഴും പാക്കിട്ട് തല വാഷ് ചെയ്തിട്ട് ഞാനിവിടെ മാട്ടിൽ എന്തോ പോയപ്പം അവിടെ നിൽക്കണ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി ഉലുവ തേച്ചിട്ടുണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ സ്മെല്ലടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ നിങ്ങളോടൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ തലേ ദിവസം കുതിർത്ത ഉലുവയുടെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് 2-3 തുള്ളി റോസ്മേരി ഡ്രോപ്സും കൂടെ ഒഴിച്ചിട്ട്, അങ്ങനെ റോസ്മേരി ഡ്രോപ്സ് ഞാൻ പറഞ്ഞല്ലോ 2-3 തുള്ളി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ദു ഹെർബൽ ഓയിൽ എല്ലാവരും ഓൾമോസ്റ്റ് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഹെയർ ഓയിലിന്. എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ഓയിലായി തീർന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹെർബൽ ഓയിലെന്ന് നിങ്ങളെടുത്ത് ഓപ്പണിങ് എങ്ങനെയാണ്, ഇതിൽ നിന്ന് 2 or 3 ഡ്രോപ്സ് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട്, കാര്യം നമ്മൾ ഈ ഉലുവ മുടി തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ചൊരു ഡ്രൈനെസ് പോലെ വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമുക്ക് ഈ ഹെർബൽ ഓയിൽ, നമ്മുടെ ഹിന്ദുസ് ഹെർബൽ ഓയിലിൻ്റെ കുറച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ മുടിയിൽ സ്കാൽപ്പിലും ഇങ്ങനെ ഓരോ വകുപ്പായിട്ട് എടുത്ത് നമ്മൾ ഹെയർ ഡൈ ചെയ്യത്തില്ലേ അതുപോലെ വകുപ്പെടുത്ത് സ്കാൽപ്പിൽ നല്ലോണം തേക്കുക. എന്നിട്ട് മുടി മുഴുവൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ പറ്റിയിരിക്കത്തില്ല. അതുമല്ല, നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് എടുത്തേക്കണം. നമ്മൾ തലേദിവസം സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എന്താ പറയുക അതിനെ അരിച്ചെടുത്തിട്ട് ആ ജ്യൂസിലേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു 2 or 3 ഡ്രോപ്സോ 4-5 ഡ്രോപ്സോ നമുക്ക് ഒഴിച്ചാൽ ആ ഡ്രൈനെസ്സും വരത്തില്ല. മുടി നല്ല ഒഴുകി കിടക്കുകയും ചെയ്യും. എന്താ പറയുക, മുടിയുടെ ചൊറിച്ചിൽ, മുടി സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻ, സ്പ്ലിറ്റൻസ്, നമ്മളിങ്ങനെ നമുക്കറിയാമല്ലോ താരം വരുമ്പോൾ ഇങ്ങനെ പൊടി പോലെയാണ് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അത് ഫുൾ മാറാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് തേച്ച് കൊടുക്കേണ്ടത്. രാവിലെ നമുക്ക് എങ്ങും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നത് ഒരു ഉച്ച സമയത്തിന് മുന്നേ, ഒരു 3 മണിക്കൊക്കെ മുന്നേ ചെയ്യുക. ബിക്കോസ് തലനീര് ഇറങ്ങുന്നവർക്കൊക്കെ അതൊരു പ്രശ്നമാണ്. പിന്നെ വൈകിട്ട് അത് തേച്ചിട്ട് കിടക്കുമ്പോൾ തുമ്മൽ ജലദോഷമൊക്കെ ഉണ്ടാവും. സോ ട്രൈ ടു യൂസ് ദിസ് എന്താ പറയുക ദിസ് സ്പ്രേ, ഫെനുഗ്രിക് സ്പ്രേ ബിഫോർ 3 o'clock. ഓക്കെ, അപ്പോൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ശേഷം നമ്മൾ ഞാൻ വന്ന് പറഞ്ഞല്ലോ കുളിയുടെ സമയം 7 മണിയാകുക. അപ്പം നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയിൽ ഇങ്ങനെ ചെയ്താലും മതി. തല നനയ്ക്കാതെ കുളിക്കുന്ന ദിവസം ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു 35 to 40 minutes ഒക്കെ വെക്കാം. അതിനൊന്നും കുഴപ്പമില്ല. 35 to 40 minutes നമ്മളത് മുടിയിൽ തേച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണമെന്നുള്ളവർക്ക് വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കൊരു താളിപ്പൊടി വെച്ച് അത് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ഈ ഫെനുഗ്രീക്കിൻ്റെ ജ്യൂസും ഒഴിച്ച് നമ്മൾ കഞ്ഞിവെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചിലർക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും കഞ്ഞിവെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഫേസിന് പോലും, ഈവൻ റൈസ് ടോണർ, നമ്മുടെ റൈസ് ഫേസ് വാഷ് നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മുഖത്തിനാണെങ്കിലും നമ്മുടെ തലമുടിക്കാണെങ്കിലും റൈസിൻ്റെ ജ്യൂസ് ഭയങ്കര അടിപൊളിയാണ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ല, ചിലർക്കാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷേ ആ സ്മെല്ല് ഇവിടെ പ്രശ്നം വരണില്ലല്ലോ. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഉലുവ ജ്യൂസ് ഒഴിക്കുന്നു, പിന്നെ നമ്മൾ ഈ ഓയിൽ 3-4 ഡ്രോപ്സ് ഒഴിക്കുന്നു, നമ്മൾ റോസ്മേരി ഓയിൽ 1-2 ഡ്രോപ്സ് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ മുടിയുടെ സ്കാൽപ്പിലും ഈ മുടി അറ്റം വരെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു കണ്ടീഷണർ പോലെ നമുക്ക് മുടിക്ക് അത് ആക്ട് ചെയ്യും. അതുപോലെ നമ്മുടെ മുടിയുടെ പൊട്ടിപ്പോകുന്ന അവസ്ഥ, നമ്മുടെ സ്പ്ലിറ്റൻസ് ഈ അറ്റത്തൊക്കെ വരത്തില്ലേ, ഈ സ്പ്ലിറ്റൻസ് അറ്റത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനിത് കാണിച്ചു തരുന്നല്ലോ. ഞാനൊരു 2 ഇഞ്ച് ഞാൻ ഈ ഇടയ്ക്ക് വെട്ടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ അറ്റം നോക്കും, അറ്റത്ത് സ്പ്ലിറ്റൻസ് പോലെയൊക്കെ വരുന്നത് ഇവിടെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുടി മുഴുവൻ
ഈ സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ സ്പ്ലിറ്റൻസും നമ്മുടെ ആ മുടി ഡ്രൈ ആയി കിടക്കുന്നതൊക്കെ മാറി, ഡാൻഡ്രഫ് മാറി, മുടി നല്ല ഹെൽത്തി ലുക്കായി മാറും. നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ റോസ്മേരി വാട്ടറോ റോസ്മേരി ഓയിലോ നമുക്ക് ചേർക്കാം. പലരും റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ലതാണ്. നമുക്ക് പുതിയ മുടിയൊക്കെ ഇവിടെ വളർന്നു വരാനായിട്ട് നെറ്റ് കയറിയ അവസ്ഥ, എനിക്കൊക്കെ നെറ്റ് കയറിയ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ റോസ്മേരി വാട്ടറൊന്നും ഞാൻ പക്ഷേ യൂസ് ചെയ്യാറില്ല, സമയമില്ല, അതാണ് കാര്യം. പക്ഷെ സമയമുള്ളവർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഈവൻ റോസ്മേരി വാട്ടറിൻ്റെ കൂടെ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ 2 or 3 ഡ്രോപ്സ് എന്താ പറയുക നമ്മുടെ എസെൻഷ്യൽ ഓയിലോ റോസ്മേരി എസെൻഷ്യൽ ഓയിലോ അതിനകത്ത് ചേർത്തിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ സ്കാൽപ്പ് ഇട്ട് കഴിഞ്ഞാൽ തല നല്ല ക്ലീൻ ചെയ്യണം. സ്കാൽപ്പിന് നമ്മൾ ഇത്രയും പാക്ക് ഇടുന്നതൊക്കെ ശരിയാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്. പക്ഷേ അത് നമ്മൾ സ്കാൽപ്പിൽ ഇരുന്നാൽ അത് അവിടെ ഇരുന്ന് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ പോലെ വരും, പാച്ചസ് ആയിട്ട് അവിടെ ഇങ്ങനെ ഡ്രൈനെസ് ആയിട്ട് വരും, പാച്ചസ് പോലെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് മുടി അങ്ങ് പൊഴിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ പക്ഷേ നമ്മൾ ഈ ഇതുപോലെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉലുവയുടെ വെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളവും നമ്മളതിനകത്ത് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്പ്, അപ്പോൾ സ്മെല്ല് വരത്തില്ല. പിന്നെ നമ്മുടെ ഹിന്ദുസ് ഹെർബൽ ഓയിലിന് നല്ല മണമാണ്, നിങ്ങൾക്കറിയാം. ഇത് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയ ഒരു കൂട്ടാണ്, എൻ്റെ മുടി വളർത്തിയ ഒരു കൂട്ടാണ്. ഇത് അനേകർക്ക് ഭയങ്കര റിസൾട്ടാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്കിതൊരു മിറക്കിൾ ഓയിലെന്നാണ് ഞാൻ പറയും. ഇതിനകത്ത് നിങ്ങൾ എൻ്റെ മുടിയുടെ ഫോട്ടോ കാണാൻ കണ്ടോ? എനിക്കുണ്ടായിരുന്ന മുടിയാണ് ആദ്യം. ഓക്കെ, ഞാനതിപ്പോൾ കുറച്ച് ട്രിം ചെയ്തു, നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓയിലാണ് ഇതിനകത്ത് നമ്മുടെ ഫെനുഗ്രീക്ക്, കരിഞ്ജീരകം, ഓൾമോസ്റ്റ് 24 ഹെർബ്സ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ചെമ്പരത്തിയുണ്ട്, ചെമ്പരത്തിയുടെ ഇലയുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ബദാം ചേർത്തിട്ടുണ്ട്. സോ ഇത് നല്ലൊരു ഓയിലാണ്. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നില്ല, ഇതെല്ലാവരുടെയും ഫീഡ്ബാക്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നല്ലോണം മുടി കൊഴിച്ചിൽ നിൽക്കും. മൈഗ്രെയിൻ ഉള്ളവർക്ക് പോലും നല്ല റിസൾട്ടാണ് ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ ഈ പറഞ്ഞ പാക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സൈനസ് പ്രോബ്ലം ഉണ്ട്, മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ട്, തലനീര് ഇറങ്ങുന്ന പ്രശ്നമുള്ളവർ ഒക്കെ, നിങ്ങൾ അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഇത് സ്പ്രേ ചെയ്താൽ മതി. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലാത്തവർക്ക് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. കാര്യം മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടും, നല്ലതായിട്ട് മുടി വളരുകയും ചെയ്യും, സ്പ്ലിറ്റൻസ് ഒന്നും ഉണ്ടാവത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരും, നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഓയിൽ യൂസ് ചെയ്തവരുടെ ഏറ്റവും വലിയൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത ഒരുപാട് പ്രശ്നമുള്ളവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, അതുപോലെ മുടി നല്ല ഡാർക്ക് ആവുന്നുണ്ട്. ഈ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നതും പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ടിപ്പ്. ഇത് നിങ്ങൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കുക. ഓൺ സൺഡേസ് എപ്പോഴേലും ഒരു 5 മണി സമയത്തിന് മുന്നേ, ബിക്കോസ് അതപ്പം അങ്ങനത്തെ നമ്മുടെ തലയ്ക്ക് തലവേദന ഉണ്ടാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മളൊരു ഉച്ച സമയം അല്ലെങ്കിൽ ഒരു 11 മണി സമയമാകുമ്പോൾ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് തലനീര് ഇറങ്ങുന്നവർ, മൈഗ്രെയിൻ, സൈനസ് ഒക്കെ ഉള്ളവർ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഈ കെമിക്കലുള്ള ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഇത്രയും നല്ല എണ്ണയും നമ്മൾ ഇത്രയും നല്ല പാക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വീണ്ടും പാരഫിനും സൾഫേറ്റൊക്കെ ഉള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ക്വാളിറ്റി പോവുകയാണ്. മുടി പെട്ടെന്ന് വീണ്ടും അത് വളരത്തില്ല, അത് വീണ്ടും അത് ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. മുടി കൊഴിയാന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം പലരും പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം മുടി നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലേ? അപ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ പറയാത്തൊരു കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ സോ ദാറ്റ് യു വിൽ ഗെറ്റ് വണ്ടർഫുൾ വീഡിയോസ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരമായി തരും. എൻ്റെ പ്രോഡക്ട്സ്, ഹിന്ദു ഹെർബൽ പ്രോഡക്ട്സിൽ നിന്ന് ഇപ്പോൾ ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒത്തിരി പേര് എനിക്ക് ഓർഡർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സെപ്റ്റംബർ 15 വരെ നമുക്കുള്ളൂ. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് എന്നെ വിളിക്കുന്നവർ, വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ടാണ് വന്നേക്കണേ. ഈ ഓയിലിനും ഡിസ്കൗണ്ട് ഉണ്ട്.
സോ സെപ്റ്റംബർ 15 അതൊരു ക്ലോസ് ചെയ്യും. അതിന് മുന്നേ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക. ഞാൻ എണ്ണയുടെ വിലയൊന്നും കൂട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയും വില കോക്കനട്ട് ഓയിലിന് ഉണ്ടായിട്ട് പോലും ഞാനിതുവരെ റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല. സോ വേഗം ഓർഡർ ചെയ്തോളൂ. അനേകർക്ക് കിട്ടിയ ബെനിഫിറ്റ് മിറക്കിൾ എന്താ പറയുക, ഈ എണ്ണയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഗോഡ് ബ്ലെസ് യു. എന്തെങ്കിലും വിശേഷങ്ങൾ, എന്തെങ്കിലും ആവശ്യങ്ങൾ, ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒത്തിരി ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് യു ക്യാൻ മെസ്സേജ് മീ ഇൻ വാട്സപ്പ്. മൈ വാട്സപ്പ് നമ്പർ 8138814577. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.